ഓക്കെ, നാഷണൽ ഇൻകം അക്കൗണ്ടിങ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 2 ഒന്ന് വേഗം ഒന്ന് ക്വിക്ക് റിവൈസ് ചെയ്താലോ, ഒരു വൺ ഷോട്ട് എടുത്താലോ. നാഷണൽ ഇൻകം എന്താണ്? നാഷണൽ ഇൻകം ദിസ് ഈസ് എ സം ടോട്ടൽ ഓഫ് മണി വാല്യൂ ഓഫ് all the goods and services, all the final goods and services produced in a country during a financial year. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സം ടോട്ടൽ മണി വാല്യൂവിനെയാണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇൻകം ഓഫ് ദ പീപ്പിൾ ഓഫ് എ നേഷൻ ഡ്യൂറിംഗ് എ പീരീഡ്. ഒരു രാജ്യത്തെ ആളുകളുടെ വരുമാനത്തെയാണ് നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. നമുക്ക് അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഗുഡ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്ററി ഗുഡ്സും. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഗുഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഫൈനൽ ഗുഡ്സും ഇന്റർമീഡിയറ്ററി ഗുഡ്സും. എന്താണ് ഫൈനൽ ഗുഡ്സ്? ഗുഡ്സ് യൂസ് ഫോർ ഫൈനൽ കൺസപ്ഷൻ ആൻഡ് നോട്ട് അഗെയിൻ സബ്ജക്ട് ടു ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആർ കോൾഡ് ഫൈനൽ ഗുഡ്സ്. എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അതിൽ നിർമ്മാണങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തു, ഇനി യാതൊരു പ്രോസസ് ഓഫ് പ്രൊഡക്ഷനും ഇല്ല, ഫുള്ളി പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്തു, ഇനി അടുത്ത ഫൈനൽ കൺസപ്ഷൻ മാത്രമാണെങ്കിൽ അതിനെ ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കും. ഫൈനൽ ഗുഡ്സ് എന്ന് വിളിക്കും. ഇന്റർമീഡിയറ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ആസ് എ ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് ഗുഡ്സ്. അത് ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഗുഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി വുഡ്സ് യൂസ് ചെയ്യുന്നു, ഷൂ പ്രൊഡ്യൂസ് ചെയ്യാൻ ലെതർ യൂസ് ചെയ്യുന്നു. അപ്പൊ ഈ ലെതറിനെയും വുഡ്സിനെയൊക്കെ എന്ത് വിളിക്കുന്നു? ഇന്റർമീഡിയറ്ററി ഗുഡ്സ്. ഒരു ഗുഡ്സ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള മറ്റ് ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇന്റർമീഡിയറ്ററി ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് പറഞ്ഞാൽ ഫൈനൽ കൺസംഷൻ ആണ്, ഇനി യാതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സും അതിൽ കംപ്ലീറ്റ് ആകാനായിട്ടില്ല. ഈ ഫൈനൽ ഗുഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൺസ്യൂമർ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. കൺസ്യൂമർ ഗുഡ്സ് എന്നും ക്യാപിറ്റൽ ഗുഡ്സ് എന്നും, കൺസ്യൂമർ ഗുഡ്സിനെ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്നും ക്ലാസിഫൈ ചെയ്യാം. എന്താണ് കൺസ്യൂമർ ഗുഡ് അല്ലെങ്കിൽ കൺസംഷൻ ഗുഡ്സ്? ഗുഡ്സ് ആർ നോട്ട് സബ്ജക്ട് ടു ഫർദർ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ബൈ ദ കൺസ്യൂമർ ഡയറക്ട്ലി ആർ കോൾഡ് കൺസ്യൂമർ ഓർ കൺസംഷൻ ഗുഡ്സ്. ഫൈനൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഒരു സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞ ഗുഡ്സ് ആണ്. അതുപോലെ തന്നെ കൺസ്യൂമർ ഡയറക്ട്ലി ഉപയോഗിക്കുന്നു, ഇനി വേറെ ആർക്കും കൈമാറ്റം ചെയ്യുന്നില്ല, വാങ്ങുന്ന ആൾ തന്നെ ഉപയോഗിക്കുന്ന ഗുഡ്സിനെയാണ് കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. പ്രൊഡ്യൂസർ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയി, കൂടാതെ മറ്റ് ഗുഡ്സുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. ഹെൽപ്പിംഗ് ആയിട്ട് മിഷൻസിന്റെ ഒക്കെ എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ് എല്ലാം കഴിഞ്ഞു, മിഷൻ പക്ഷെ നമ്മൾ ഡയറക്റ്റ് ഉപയോഗിക്കുകയാണോ? മറ്റൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതാണ് പ്രൊഡ്യൂസേഴ്സ് ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. ഇൻവെസ്റ്റ്മെന്റ്, അടുത്ത കോൺസെപ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഫോർമേഷൻ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ ഫോർമേഷൻ. വിച്ച് ഈസ് ദ അഡീഷൻ ടു ദ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റൽ. ഒരു ബിസിനസിന്റെ ഒരു മാർക്കറ്റിലെ എക്കണോമിയിലെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഓഫ് ക്യാപിറ്റലിലേക്കുള്ള അഡീഷനെയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഗ്രോസ് ഇൻവെസ്റ്റ്മെന്റ്? ടോട്ടൽ ഡ്യൂറബിൾ ഗുഡ്സ് പറഞ്ഞാൽ കുറെ കാലം നിൽക്കുന്ന ഗുഡ്സ്. നോൺ ഡ്യൂറബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകുന്നത്. അവൻ ടോട്ടൽ ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് ഒരു എക്കണോമിയിൽ ഒരു ഇയറിൽ പ്രൊഡ്യൂസ് ചെയ്ത ടോട്ടൽ ഡ്യൂറബിൾ ഗുഡ്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രോസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഈ ക്രോസ് ഇൻവെസ്റ്റ്മെന്റ് ഇന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുന്നു. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സഡ് അസറ്റിന്റെ വാല്യൂയിൽ വരുന്ന ലോസ്, നോർമൽ വെയർ ആൻഡ് ടയർ കൊണ്ടൊക്കെ വരുന്ന ഒരു ലോസിനെയാണ് ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ക്രോസ് ഇൻവെസ്റ്റ്മെന്റ് നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നെറ്റ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടും. സ്റ്റോക്ക് വേരിയബിളും ഫ്ലോ വേരിയബിളും. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ടോപ്പിക് വരും, ഗുഡ്സ് ടോപ്പിക് ഒരു സെപ്പറേറ്റ് ടോപ്പിക് ആയിട്ടാണ്. അടുത്ത സ്റ്റോക്ക് ആൻഡ് വേരിയബിൾ. സ്റ്റോക്കും ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റോക്ക് വേരിയബിൾ ആൻഡ് ഫ്ലോ വേരിയബിൾ. സ്റ്റോക്ക് വേരിയബിൾ ദാറ്റ് ക്യാൻ ബി മെഷർഡ് അറ്റ് എ പോയിന്റ് ഓഫ് ടൈം. ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക്. ഇപ്പൊ ഒരു ടാങ്കിലെ വാട്ടർ, അതെന്താണ്? അതിന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അതിന് ചലനമില്ല, അത് ഫ്ലോ ചെയ്യുന്നില്ല, അല്ലെ? സ്റ്റാറ്റിക് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ മെഷർ നമ്മുടെ ബാലൻസ് ഷീറ്റ് ഒക്കെയാണ് ഒരു പോയിന്റ് ഓഫ് ടൈമിലാണ് മെഷർ ചെയ്യുന്നത്. ഒരു ദിവസത്തെയാണ്, ഒരു ദിവസത്തെ ഡേറ്റയാണ് ബാലൻസ് ഷീറ്റ് മെഷർ ചെയ്യുന്നത്. അതിനെയാണ് സ്റ്റോക്ക് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. അതായത് ക്യാപിറ്റൽ, വെൽത്ത്, ഇൻവെന്ററി ഒക്കെ നമ്മൾ മെഷർ ചെയ്യുന്നത് എന്നാണോ ആ ഒരു ടൈമിലെ ഡീറ്റെയിൽസേ കിട്ടത്തുള്ളൂ. പക്ഷേ നമ്മുടെ കൺസപ്ഷൻ, ഇൻകം, ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈമിലെ ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അതിനെയാണ് ഫ്ലോ വേരിയബിൾ. കുറേ കാലത്ത് ഒരു പ്രത്യേക സമയത്ത് മാത്രമാണെങ്കിൽ സ്റ്റോക്ക് വേരിയബിളും, അതുപോലെ തന്നെ ഒരു ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഒരു ലാർജ് പീരീഡിലെ കാര്യമാണ് പറയുന്നതെങ്കിൽ അതിനെ ഫ്ലോ വേരിയബിൾ എന്നുമാണ് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ദാറ്റ് എ ഫേം കുഡ് നോട്ട് ബി സോൾഡ് ഈസ് കോൾഡ് ഇൻവെന്ററി. അതായത് നമുക്ക് വിറ്റ് പോകാതിരിക്കുന്ന, അൺസോൾഡ് ആയിട്ടിരിക്കുന്ന ഔട്ട്പുട്ടിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് അൺസോൾഡ് ആയിട്ടുള്ള സ്റ്റോക്കിനെയാണ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ഇൻവെന്ററി ഒരു സ്റ്റോക്ക് വേരിയബിൾ ആണ്.
ഇറ്റ് മേ അക്യുമുലേറ്റ് ഓർ ഡിക്യുമുലേറ്റ്. അതെന്താ നമുക്ക് പഠിക്കാം. എന്താണ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി? ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ഈസ് മോർ ദാൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ്. അതായത് ഇപ്പൊ 2024-25 ഒരു ഇയർ, 2024 ഫൈനാൻഷ്യൽ ഇയർ സ്റ്റാർട്ടിങ് ആയ April 1 2025 March 31 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓപ്പണിംഗ് ഡേറ്റിനേക്കാളും കൂടുതൽ സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി നമ്മുടെ കയ്യിലുണ്ട്, ഇൻവെന്ററി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കിനെക്കാട്ടിലും കൂടുതൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററിയെക്കാട്ടിലും കൂടുതൽ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഉണ്ടെങ്കിൽ അതിനെ അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്നാണ് വിളിക്കുന്നത്. ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം അവസാനം, അതായത് എൻഡിങ്ങിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഇൻവെന്ററിക്കാട്ടിലും കുറവാണെങ്കിൽ അതിനെ ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നു. ഇഫ് ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ഈസ് ലെസ് ദാൻ ദ വാല്യൂ ഓഫ് ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഇയർ, ഇറ്റ് ഈസ് കോൾഡ് ആസ് ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി. പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. എന്താണ് പ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ? അതായത് അക്യുമുലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് കൂടിയിരിക്കുക, ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരിക്കുക. നമ്മൾ ഈ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരുന്നത് എന്താണ്? നമ്മുടെ പ്ലാന് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഡെലിബറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്തതാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് കൂട്ടി വെച്ചതാണെങ്കിൽ, നമ്മൾ മനഃപൂർവ്വം നമ്മൾ എന്തെങ്കിലും ഒരു എയിമോടെ കൂടി കൂട്ടി വെച്ചതാണെങ്കിൽ അതിനെയാണ് പ്ലാൻഡ് അക്യുമുലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞിരിക്കുകയാണ്, അത് നമ്മൾ പ്ലാൻഡ് ആണ്, ഡെലിബറേറ്റ്ലി കുറച്ചതാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? പ്ലാൻഡ് ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കും. ഓക്കെ, എന്താണ് അൺപ്ലാൻ എന്ന് പറഞ്ഞാൽ? പ്ലാൻ ഒന്നും നമ്മൾ അറിഞ്ഞ പോലും ഇല്ല, അബദ്ധവശാൽ നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കൂടിയിരുന്നു. അൺപ്ലാൻഡ് അക്യുമുലേഷൻ ഓഫ് ഇൻവെന്ററി. നമ്മൾ മനഃപൂർവ്വമല്ല, അൺപ്ലാൻഡ് ആയിട്ടാണ്, നമ്മൾ ഡെലിബറേറ്റ്ലി അല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ അതിനെ അൺപ്ലാൻഡ് ഡിക്കമുലേഷൻ ഓഫ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നു. എന്താണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി? ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്ന് ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയുന്നത്. ചേഞ്ച് ഇൻ ഇൻവെന്ററി. നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. എന്താണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ ടാക്സ് ഇമ്പോസ് ബൈ ദ ഗവൺമെന്റ് ഓൺ ദ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന് മേലെ, സാധന സേവനങ്ങൾക്ക് മുകളിൽ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഇൻഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. ഈ ഇൻഡയറക്ട് ടാക്സിൽ നിന്ന് സബ്സിഡി കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന് മേലെ ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ ഡയറക്ട് ടാക്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻഡയറക്ട് ടാക്സിന് സബ്സിഡി കുറച്ചാൽ നെറ്റ് ഇൻഡയറക്ട് ടാക്സ്. എന്താണ് ട്രാൻസ്ഫർ പേയ്മെന്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ഇൻകം, ട്രാൻസ്ഫർ റിട്ടേൺസ്? ഇഫ് ഇറ്റ് ഈസ് എ യൂണിലാറ്ററൽ പേയ്മെന്റ്, അതായത് ഞാൻ ഒരാൾക്ക് പൈസ കൊടുത്തു, തിരിച്ചെനിക്കൊന്നും കിട്ടിയില്ല, അല്ലെ ഒരാൾ എനിക്ക് ക്യാഷ് തന്നു, എനിക്കൊന്നും കിട്ടിയില്ല, അതാണ് യൂണിലാറ്ററൽ പേയ്മെന്റ്. നമ്മൾ ഫ്രീ ആയിട്ട് ഒരാൾക്ക് ക്യാഷ് കൊടുക്കുന്നു, നമ്മൾ ഫ്രീ സർവീസ്. ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഓൾഡ് ഏജ് പെൻഷൻ കൊടുക്കുന്നില്ലേ? പ്രായമായവർക്ക് വാർദ്ധക്യ പെൻഷൻ കൊടുക്കുന്നു. പകരം ഗവൺമെന്റ് എന്തെങ്കിലും വാർദ്ധക്യം ചെന്ന ആളുകൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. സ്കോളർഷിപ്പ്, പഠിക്കുന്ന പിള്ളേർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നു, ഗവൺമെന്റ് യാതൊരു പ്രയോജനം ഉണ്ടോ? വിഡോ പെൻഷൻ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സർവീസ് റെൻഡർ ചെയ്യുന്നതല്ല, ചുമ്മാതെ കൊടുക്കുന്ന പേയ്മെന്റുകളെയാണ് ട്രാൻസ്ഫർ പേയ്മെന്റുകൾ, ട്രാൻസ്ഫർ ഇൻകം, ട്രാൻസ്ഫർ റിട്ടേൺസ് എന്ന് വിളിക്കുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ, എന്ത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്? ഫാക്ടർ ഇൻകം ഏൺ ബൈ ആര് ഏൺ ചെയ്ത ഫാക്ടർ ഇൻകം? ബൈ ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എംപ്ലോയിഡ് ഇൻ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. വേൾഡിൽ എംപ്ലോയ് ചെയ്തിട്ടുള്ള ഡൊമസ്റ്റിക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഫാക്ടർ ഇൻകം ഏൺ ബൈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് എംപ്ലോയിഡ് ഇൻ ദ ഡൊമസ്റ്റിക് കൺട്രി. ഇതാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം. ഇതിന്റെ ഗ്രാഫ് ചിലപ്പോൾ ഫില്ല് ചെയ്യാനായിട്ട് ചോദിക്കും. ഒരു ടു സെക്ടർ എക്കണോമിയാണ് സിമ്പിൾ എക്കണോമി എന്ന് വിളിക്കുന്നത്. ഒരു ടു സെക്ടർ എക്കണോമിയിൽ ആരൊക്കെ ഉള്ളൂ? ഹൗസ് ഹോൾഡും നമ്മുടെ ഫേമും മാത്രമേ ഉള്ളൂ. ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ഇത് ആര് വാങ്ങുന്നു? നമ്മുടെ ഫേംസ് വാങ്ങുന്നു. ഈ ഫേംസ് വാങ്ങുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡിന്റെ കയ്യിൽ എന്തുണ്ട്? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ആ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേം വാങ്ങുന്നു. ഈ ഫേം എന്ത് ചെയ്യുന്നു? ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർക്ക് വിൽക്കുന്നു? ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു, അല്ലെ? ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു. ഗുഡ്സ് ആൻഡ് സർവീസ് ഹൗസ് ഹോൾഡിന് വിൽക്കുന്നു. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ചുമ്മാതെ കിട്ടുമോ? അതിനെന്ത് കൊടുക്കണം? റെമ്യൂണറേഷൻ കൊടുക്കണ്ടേ? വേജ്, റെന്റ്, ഡിവിഡൻസ് ഒക്കെ കൊടുക്കണ്ടേ? അത് ആര് കൊടുക്കുന്നു? ആ പേയ്മെന്റ് ഫേം ഹൗസ് ഹോൾഡിന് ചെയ്യുന്നു. ഗുഡ്സ് ആൻഡ് സർവീസസ് ചുമ്മാ കിട്ടുമോ? ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി എന്ത് ചെയ്യണം? ആ ഗുഡ്സ് ആൻഡ് സർവീസസിന് പേയ്മെന്റ് നടത്തണം, അല്ലെങ്കിൽ കൺസ്യൂമർ എക്സ്പെൻഡിച്ചർ. ഇതാണ് സർക്കുലർ ഫ്ലോ. ഒന്ന് നോക്കിക്കേ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫേമിൽ പോകുന്നു, അത് ഇൻപുട്ട് ആയിട്ട് യൂസ് ചെയ്ത് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്ത് ഹൗസ് ഹോൾഡിന് പോകുന്നു.
അപ്പോൾ ഹൗസ് ഹോൾഡിന് ഫാക്ടേഴ്സ് ഓഫ് പേയ്മെന്റ് കിട്ടുന്നു, ആ ഫാക്ടേഴ്സ് ഓഫ് പേയ്മെന്റ് തിരിച്ച് ഗുഡ്സ് ആൻഡ് സർവീസിന് കൊടുക്കുന്നു, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം ഇൻ എ 2 സെക്ടർ എക്കണോമി. നിങ്ങൾക്ക് ഇത് പഠിക്കണം, ഗ്രാഫ് ഫില്ല് ചെയ്യാനായിട്ട് വരുവേ, ഗ്രാഫ് ഫില്ല് ചെയ്യാൻ വരുവേ. നാഷണൽ ഇൻകം മെഷർമെന്റ്, ദേശീയ വരുമാനം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 3 രീതിയിൽ ദേശീയ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യാം. There are 3 methods ഉണ്ട്. പ്രോഡക്റ്റ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ്, ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്. ഓക്കെ, പ്രോഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ബൈ adding all the final goods and services produced by each firm in the economy during the financial year. ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ എക്കണോമിയിലെ കുറെ എല്ലാ ഫേംസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫൈനൽ ഗുഡ്സിന്റെ മണി വാല്യൂ ആഡ് ചെയ്യുന്നു. അതായത് ഒരു 10 ഫേംസ്, നമ്മുടെ എക്കണോമിയിൽ ഒരു 10 ഫേംസ് ഉണ്ട്. ഈ 10 ഫേംസും എന്ത് ചെയ്യുന്നു? ഗുഡ്സോ സർവീസസോ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിന്റെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു പ്രോബ്ലം വരും, ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം നോർമലി സംഭവിക്കാറുണ്ട്. എന്താണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ? ഒരേ കാര്യം തന്നെ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക, ഒരേ വാല്യൂ ഡബിൾ കൗണ്ട് ചെയ്യുന്നതിനാണ് ഡബിൾ കൗണ്ടിങ് എന്ന് വിളിക്കുന്നത്. വാല്യൂ ആഡഡ് മെത്തേഡ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് മെത്തേഡ് വരുമ്പോൾ ആ ഡബിൾ കൗണ്ടിങ് ഒഴിവാകുന്നു. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറയ്ക്കുന്നു. വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറച്ചിട്ട് എവിടെ എടുക്കത്തുള്ളൂ? പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് എടുക്കത്തുള്ളൂ. അതായത് ഒരു പ്രൊഡക്റ്റിന്റെ വില 10,000 രൂപയാണെങ്കിൽ അതിനകത്തു നിന്നുള്ള ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻസ്, അതായത് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള കോസ്റ്റ് കുറയ്ക്കും. അപ്പൊ എന്താണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസപ്ഷൻ കുറയ്ക്കുമ്പോൾ വാല്യൂ ആഡഡ് അല്ലെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. എങ്ങനെയാണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്? മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ചെയ്യുമ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടുന്നു. അങ്ങനെ നമ്മുടെ എക്കണോമിയിലെ എല്ലാ ഫേംസിന്റെയും കൂടെ GVA കണ്ടുപിടിക്കുന്നു, ഗ്രോസ് വാല്യൂ ആഡഡ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, 1, 2, 4 എത്ര ഫേംസ് ഉണ്ടോ അത്രയും ഫേംസിന്റെ GVA കണ്ടുപിടിച്ചിട്ട് അതിനെയാണ് GDP അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഈ GVA ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ നെറ്റ് വാല്യൂ ആഡഡ് കിട്ടുന്നു. രണ്ടാമത്തെ മെത്തേഡാണ് ഇൻകം മെത്തേഡ് അനുസരിച്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സ്, എക്കണോമിയിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സിന് കിട്ടുന്ന ഫാക്ടർ ഇൻകം അനുസരിച്ച് ഫാക്ടർ ഇൻകം വെച്ചിട്ട് നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന മെത്തേഡാണ്. അതായത് എക്കണോമിയിലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണേഴ്സിന് കിട്ടുന്ന ഫാക്ടർ ഇൻകം വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കുന്നു? നാഷണൽ ഇൻകം കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഇൻകം മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അതായത് ലാൻഡ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് കിട്ടുന്ന ഇൻകമാണ് റെന്റ്, അതുപോലെ ലേബേഴ്സിന് കിട്ടുന്നതാണ് വേജ് ആൻഡ് സാലറീസ്, ക്യാപിറ്റലിന് കിട്ടുന്നതാണ് ഇൻട്രസ്റ്റ്, ഓൺട്രപ്രണറിന് കിട്ടുന്നതാണ് പ്രോഫിറ്റ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എന്ത് കിട്ടുന്നു? W+R+ വേജ് പ്ലസ് റെന്റ് പ്ലസ് ക്യാപിറ്റലിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് I+P ചെയ്ത് എന്ത് കണ്ടുപിടിക്കുന്നു? നമ്മൾ ഇൻകം മെത്തേഡ് അനുസരിച്ച് നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പെൻഡിച്ചർ മെത്തേഡ് അനുസരിച്ച് എക്കണോമിയിലെ 4 സെക്ടേഴ്സ് ഉണ്ടല്ലേ, 4 സെക്ടേഴ്സിന് വരുന്ന അവർക്ക് വരുന്ന എക്സ്പെൻസ് അനുസരിച്ച് 4 ഹെഡ് ഉണ്ടല്ലോ, ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെന്റ്, ഫോറിൻ സെക്ടേഴ്സ്. ഓരോ സെക്ടേഴ്സിനും വരുന്ന എക്സ്പെൻഡിച്ചേഴ്സ് അനുസരിച്ച് കണ്ടുപിടിക്കുന്നു. അതായത് ഹൗസ് ഹോൾഡിന് വരുന്ന എക്സ്പെൻഡിച്ചർ എന്താണ്? ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. ഫേമിന് വരുന്ന എക്സ്പെൻഡിച്ചർ ഫൈനൽ ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന് വരുന്ന എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് ഫൈനൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ. പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഉണ്ടല്ലോ, അത് എക്സ്പോർട്ട് റവന്യൂ. ഇതനുസരിച്ച് കണ്ടുപിടിക്കുന്നു. C+I+G+X-M ഇതനുസരിച്ച് എക്സ്പെൻഡിച്ചർ മെത്തേഡ് കണ്ടുപിടിക്കുന്നു. ഓക്കെ, അടുത്ത ടോപ്പിക് എപ്പോഴും ചോദിക്കുന്നതാണ് GDP ഡിഫ്ലേറ്റർ എന്നാണ്. അതിന് മുന്നേ നമുക്ക് പഠിക്കണം നോമിനൽ GDP എന്താണ് നോമിനൽ GDP? അതായത് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നു. എന്തിന്റെ ബേസിസിൽ? കറണ്ട് ഇയർ പ്രൈസിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാല്യൂ ഓഫ് GDP കണ്ടുപിടിക്കുന്നതാണ് നോമിനൽ GDP. അതിനെ ക്യാപിറ്റൽ ലെറ്റർ GDP എന്ന് എഴുതുന്നു. റിയൽ GDP എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ പ്രൈസ് അനുസരിച്ച് GDP കാൽക്കുലേറ്റ് ചെയ്തതാണ് റിയൽ GDP. അതിനെ സ്മോൾ ലെറ്റർ GDP എന്ന് പറയുന്നു, മറ്റേത് ക്യാപിറ്റൽ ലെറ്റർ GDP. ഓക്കെ, അപ്പൊ എന്താണ് ഈ നോമിനൽ GDPയും റിയൽ GDPയും തമ്മിലുള്ള റേഷ്യോയാണ് GDP ഡിഫ്ലേറ്റർ എന്ന് വിളിക്കുന്നത്. എന്താണ്? GDP ഡിവൈഡഡ് ബൈ GDP ഇൻറ്റു 100 അല്ലെങ്കിൽ നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ചെയ്യുമ്പോൾ GDP ഡിഫ്ലേറ്റർ കിട്ടും. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക്. GDP ഡിഫ്ലേറ്റർ, അതുപോലെ തന്നെ
മെത്തേഡ് മെഷർമെന്റിന്റെ മെത്തേഡുകൾ, ടു സെക്ടർ എക്കണോമിയിലെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകംസ്, പിന്നെ ചെറിയ കോൺസെപ്റ്റുകളൊക്കെ പഠിക്കണം. നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് സഹിതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, ഇത് 1 ഷോട്ടാണ്. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കേണ്ടവരുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കൂടെ പോയി കണ്ടിട്ട് എക്സാമിന് പോകാവൂ കേട്ടോ. ഓക്കെ.